എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് കുംഭം രാശിയിലെ 2 നക്ഷത്രക്കാർക്ക് 2025 ശനിമാറ്റം എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. കുംഭം രാശിയിലെ 2 നക്ഷത്രം അവിട്ടത്തിൻ്റെ അരഭാഗം, ചതയം, പൂരുട്ടാതി മുക്കാൽ ഭാഗം അടങ്ങിയതാണ്. ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് മിസ് അനുശ്രീ രഞ്ജിത്ത്, മിസ്റ്റർ ദിൻ രാജ്, മിസ് ജിജി സുകുമാർ, മിസ്റ്റർ ഷേഖ് അജ്മൽ, മിസ്റ്റർ വിഘ്നേഷ്, മിസ്റ്റർ രഞ്ജിത്ത് പൊടിക്കലം, മിസ്റ്റർ സജീവ് ജോയ്, മിസ് നൈവേദ്യ, ഇത്രയും പേരാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ചിലപ്പോൾ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, കാരണം അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം ഉത്സവമാണ്. മാർച്ച് 29 കുംഭം രാശിക്കാർക്ക്, കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലോട്ട് 2ാം ഭാവത്തിലോട്ട് അതായത് 7 ശനിയുടെ 3rd ഫേസിലോട്ടാണ് പോകുന്നത്. പക്ഷേ 7 ശനി കാലഘട്ടമാണ് എങ്കിൽ പോലും ശനി അധികം ദോഷം ചെയ്യില്ല ഈ ഒരു വർഷം. ശനിയുടെ സ്വാധീനം സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാക്കും. കാരണം ശനി ഉത്തരവാദിത്തം, അച്ചടക്കം, കഠിനാധ്വാനം ഇതിൻ്റെയൊക്കെ പ്രതീകമാണ്. 5-ലെ വ്യാഴത്തിൻ്റെ സ്വാധീനം, മെയ് മാസത്തിന് ശേഷം 5ാം ഭാവത്തിലോട്ടാണ് വ്യാഴം സ്വാധീനിക്കുന്നത്. 5-ലെ വ്യാഴത്തിൻ്റെ സ്വാധീനം സാമ്പത്തികമായും കുടുംബപരമായും ഒക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. മെയ് മാസത്തിന് ശേഷം 11 മാസം വരെ പ്രാക്ടിക്കലായിട്ടും ബുദ്ധിപരമായും ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ഇൻ്റലക്ച്വൽ എബിലിറ്റിയും ഇമോഷണൽ ഇൻ്റലിജൻസും ഉണ്ടാവും. വളരെ പ്രായോഗികമായ ചിന്തയും പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള വസ്തുനിഷ്ഠവും യുക്തിസഹജവുമായ ചിന്താശേഷി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ അത്തരത്തിലെ ക്വാളിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും കഴിയുന്നതായ ഒരു കാലഘട്ടമായിട്ട് പറയാം. കുടുംബത്തിലെ അകൽച്ചകൾ, വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ, വഴിത്തർക്കങ്ങൾ, കടബാധ്യതകൾ, അമ്മയുടെ അനാരോഗ്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ വിരോധം, ഇതൊക്കെ നേരിടുന്ന വ്യക്തികൾക്ക് കൃത്യമായ പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. സന്താനസിദ്ധി, സന്താനങ്ങൾക്ക് ഉയർച്ച, പഠന മികവും ഒക്കെ ഉണ്ടാവും. അധ്യാപകർ, ഹോട്ടൽ ബിസിനസ്, അഡ്വക്കേറ്റ്സ്, സ്പോർട്സ്, ആർട്ടിസ്റ്റുകൾ ഇവർക്കൊക്കെയും ഈ വർഷം അനുകൂലമാണ്. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടിയായി വരാം. വിദേശത്തോ ദൂരദേശത്തോ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാവും. വേണ്ടപ്പെട്ടവരോട് പരുഷമായി സംസാരിക്കാൻ ഇടവന്നേക്കാം. അങ്ങനെ സംസാരിക്കരുത്. സ്പൗസിനോട് അകൽച്ചയും തെറ്റിദ്ധാരണയും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ. ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്, റിമോട്ട് ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ, മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെയും അനുകൂലമാണ് ഈ കാലഘട്ടം. വസ്തു വിൽക്കാനും വാങ്ങാനും അനുകൂലമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ജന്മരാശിയുടെ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന വ്യക്തിപരമോ ധനപരമോ ആയ പ്രശ്നങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട്, 5ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് മെയ് മാസത്തിന് ശേഷം പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് കഴിയും. സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുന്ന ബുദ്ധിപരമായ നിലപാടുകളും തീരുമാനങ്ങളും സാധ്യതകളും കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഓവർ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിരുന്ന വ്യക്തികൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ച് മാനസികമായി സ്വസ്ഥമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നൊരു കാലഘട്ടമാണ്. സെൽഫ് റെസ്പെക്റ്റും കോൺഫിഡൻസും ഇമ്പ്രൂവ് ആകും. സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ലക്ഷ്യബോധവും ഹാർഡ് വർക്കും ഫൈനാൻഷ്യലി നമ്മളെ സ്റ്റേബിൾ ആക്കും. വിദേശത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമാണ്. ജോലി കിട്ടും എന്ന് തന്നെ പറയാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ഒറ്റപ്പെടൽ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവും. ബിസിനസ്സിലും നേട്ടങ്ങൾ ഉണ്ടാക്കും. കടബാധ്യതകൾ തീർക്കാനായിട്ട് കഴിയും. വീട് പണിയാനോ വാങ്ങാനോ കഴിയും. എന്നാൽ തടസ്സങ്ങൾ ഉണ്ടാവും. അനാവശ്യ ചെലവുകളൊക്കെ തന്നെയും നിയന്ത്രിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി 12ാമത്തെ രാശിയാധിപതിയാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ ചെലവുകളും ഉണ്ടാവും. എന്നാൽ ധനപരമായ പുരോഗതി ഉണ്ടാവും എന്നും പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2ാമത്തെ രാശിയാധിപതി 5ാം ഭാവത്തിൽ നിന്ന് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലോട്ട്, 11ാം ഭാവാധിപതി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗം പറയാനും കാരണം. സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകണം. കഴിഞ്ഞുപോയ വിഷയങ്ങളെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾ, പരസ്പരം കുത്തിനോവിക്കുന്ന വാക്കുകളും നിർബന്ധപൂർവം കുടുംബത്തിനകത്ത് ഒഴിവാക്കണം. അനാവശ്യ വൈരാഗ്യവും കുത്തുവാക്കുകളും കുടുംബത്തിനകത്ത് അകൽച്ചകളൊക്കെ സൃഷ്ടിക്കും.
പാർട്ട്ണർഷിപ്പിലും കുടുംബജീവിതത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഈഗോ ക്ലാഷസും ഒക്കെ ഉണ്ടാവാം. മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലായ്മ, കുടുംബത്തിൻ്റെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുള്ള വിവാഹബന്ധം, ആത്മീയതയിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കൊണ്ട് സ്പൗസുമായി വരുന്ന അകൽച്ച, ജീവിത പങ്കാളിയുടെ അനാരോഗ്യം, ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ കുടുംബത്തിലും ബിസിനസ് രംഗത്തും ഉണ്ടായേക്കാം. മാനസികമായി പൊരുത്തപ്പെടാതെ എങ്ങനെയൊക്കെയോ തല്ലുകൂടി മുന്നോട്ട് പോകുന്ന ദമ്പതികൾ കൗൺസിലിങ്ങിന് പോകണം നിർബന്ധമായി ഈ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പരസ്പരങ്ങൾ നിങ്ങളുടെ പോരായ്മകളെ മനസ്സിലാക്കിയും പരസ്പരം തുറന്നു പറഞ്ഞുമൊക്കെ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ബ്രേക്കപ്പിനോ ഡിവോഴ്സിനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്നേഹിച്ച് ജീവിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്, അല്ലാതെ ദമ്പതികൾ തമ്മിൽ നിലവിൽ പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദീർഘനാളായി ഡിവോഴ്സ് കേസ് നടത്തുന്നവർക്കും ഈ വർഷം തീർപ്പുണ്ടാകും. ഏത് വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു മെൻ്റൽ പവർ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. ക്രിയേറ്റീവായി ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ഡാൻസ് ടീച്ചേഴ്സ്, മ്യൂസീഷ്യൻസ്, മ്യൂസിക് ടീച്ചേഴ്സ്, ഡാൻസേഴ്സ്, വീഡിയോ എഡിറ്റർ, അതുപോലെ ഗ്രാഫിക് ഡിസൈനേഴ്സ്, ഇവർക്കൊക്കെയും അനുകൂലമാണ് ഈ ഒരു വർഷം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. നിങ്ങളുടെ സ്പൗസിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ഐക്യവും നിങ്ങൾക്കുണ്ടാവണം. മൂന്നാമത് ഒരാളിനെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ തലയിടാനായിട്ട് സമ്മതിക്കരുത്. മറ്റുള്ളവരുടെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാം. അങ്ങനെ അത്തരത്തിൽ വിള്ളലുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. പരസ്പരം ഐക്യവും സ്നേഹവും നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വാതരോഗങ്ങൾ, അലർജിക് ഇഷ്യൂസും ഒക്കെ ഉണ്ടാക്കാം. എന്തുകൊണ്ടാണ് ഈ ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ 2ാം ഭാവത്തിൽ ശനിയാണ്, 7ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുകയും കൂടെയാണ് മെയ് മാസത്തിന് ശേഷമൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള റീസൺ. വാതരോഗങ്ങൾ, അലർജിക് ഇഷ്യൂസും ഒക്കെ ഉണ്ടാവാം. യാത്രാക്ലേശം അനുഭവപ്പെടാം. പുതിയ പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. റോഡിൽ നിന്ന് ഉള്ളിലോട്ടുള്ള സ്ഥലം വാങ്ങുന്ന വ്യക്തികൾക്ക് കുറച്ച് വഴിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഡീഡിൽ, അതായത് പ്രമാണത്തിൽ അത് മെൻഷൻ ചെയ്യുകയും വേണം എന്നുള്ളതാണ്. വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. റോഡ് വികസനത്തിനായി വസ്തു എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് മെയ് മാസത്തിന് ശേഷം നല്ലൊരു കോമ്പൻസേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ബുദ്ധിപരമായ നിലപാടുകളും ശക്തമായ തീരുമാനങ്ങളും ഉണ്ടാവും. സന്താനസിദ്ധിയും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാവും. കുടുംബത്തിലെ ചിലവുകൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യും. ദമ്പതികൾ തമ്മിലെ പ്രശ്നങ്ങൾ കുട്ടികൾ പരിഹരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടും. നന്നായി പഠിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. വ്യാഴം 1, 9, 11 ഭാവങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. തൊഴിൽ അഭിവൃദ്ധിയും തൊഴിൽ അവസരങ്ങളും ഒക്കെ ഉണ്ടാവും. സഹപ്രവർത്തകരുമായി നല്ല സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തും. ടീം വർക്ക് കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. ധനപരമായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളോ പരിഹരിക്കാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യതകളോ ഉണ്ടാകില്ല. ചെലവുകൾ നിയന്ത്രിക്കണം. വ്യക്തികളിൽ നിന്നുള്ള കടം കൊടുക്കൽ വാങ്ങൽ, അതായത് ഇപ്പോൾ ഒരു ലോൺ വേണമെങ്കിൽ ബാങ്ക് വഴി എടുക്കാം, അല്ലാതെ ഒരു വ്യക്തികൾ തമ്മിലുള്ള ധന ഇടപാടുകൾ ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയണം. ഈ സമയത്ത് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ചിലപ്പോൾ കുറഞ്ഞു പോവാം. അത് മനഃപൂർവ്വമായിട്ടുണ്ടാവുന്ന ഒരു വിഷയമല്ല. സാഹചര്യവശാൽ കുടുംബത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്കും ചില തടസ്സങ്ങളൊക്കെ വന്നു പെട്ടാലും കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കാനും കഴിയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശനി മാറ്റം കൊണ്ടും വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെ സ്വാധീനം കൊണ്ടും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കുറച്ച് ഫലം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.